ബദറിന്റെ മറ്റൊരു പേര് യൗമുൽ ഫുർഖാൻ എന്നുള്ളതാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസം, ഹക്കും ബാത്തിലും വേർതിരിച്ച ദിവസം. പല ആളുകളും പറയാറുണ്ട്, ഏതാണ് ഹക്ക്, ഏതാണ് സത്യം, അത് മനസ്സിലാകുന്നില്ല. ഓരോ വിഭാഗങ്ങളും ആയത്താണ് ഓതുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളവർ പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. അല്ല, മഹാന്മാര് വേണം എന്ന് വാദിക്കുന്നവർ അവര് പറയുമ്പോൾ അതാണ് ശരിയാണെന്ന് തോന്നും. ഞങ്ങൾ ഈ സാധാരണക്കാരെങ്ങനെയാണ് ഹക്ക് മനസ്സിലാക്കുക എന്ന് ചോദിക്കാറുണ്ട്. ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ ബദറിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. എന്താണ് സത്യം, എന്താണ് റസൂലുള്ളാഹിയുടെയും സ്വഹാബത്തിന്റെയും ആദർശം, അത് മനസ്സിലാക്കാൻ വലിയ ഗവേഷണങ്ങളുടെ ആവശ്യമില്ല. ബദർ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ. എണ്ണമല്ല സത്യത്തിന്റെ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ മുശ്രിക്കീങ്ങളാകുമായിരുന്നു ഹക്കിന്റെ ആളുകൾ. ബദറിൽ മുസ്ലിമീങ്ങൾ എണ്ണം വളരെ കുറവാണ്. 300 ചില്ലാനം വരുന്ന സ്വഹാബത്താണുള്ളത്. അതിന്റെ 3 ഇരട്ടിയുണ്ട് ശത്രു സൈന്യം. സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ കൈകളിലുള്ള യുദ്ധക്കോപ്പുകളോ ഇതൊന്നുമല്ല സത്യത്തിന്റെ മാനദണ്ഡം. സ്വഹാബത്തിന്റെ കൈകളിൽ അവർ സാധാരണ യാത്രയിൽ കയ്യിൽ കരുതുന്ന ആയുധങ്ങളല്ലാതെ വേറൊന്നും സ്വഹാബത്തിന്റെ കൈകളിലില്ല. മറുഭാഗത്ത് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള, സൗകര്യങ്ങളുമുള്ള സൈന്യമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബദർ ഉണ്ടായത് മുശ്രിക്കീങ്ങൾക്ക് മദീന പിടിക്കാനല്ല, മുസ്ലിമീങ്ങൾക്ക് മക്ക പിടിക്കാനുമല്ല. മദീന പിടിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരും വന്നിട്ടുമില്ല. ഞങ്ങളുടെ നാട് തിരിച്ചു പിടിക്കണമെന്ന് കരുതി സ്വഹാബത്താരും പോയിട്ടുമില്ല. അതിനു ബദർ ഉണ്ടായിട്ടില്ല. അപ്പൊ ഭൗതികമായ എന്തെങ്കിലും അജണ്ടകൾ, ഒരു ഭൂപ്രദേശം പിടിച്ചടക്കുക എന്നതല്ല, മറിച്ച് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുക, തൗഹീദ് ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിന്റെ പിന്നിലുള്ള അജണ്ട. ഇനി യുദ്ധം നടക്കുന്നത് ആരാണ്? രണ്ടും കുടുംബങ്ങളാണ്, നാട്ടുകാരാണ്, ഒന്നിച്ചു വളർന്നവരാണ്. ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശത്രുക്കളുടെ കൂട്ടത്തിൽ മകൾ സൈനബിന്റെ ഭർത്താവ് അബുൽ ആസാണ്. അമ്മോശനും മരുമകനുമാണ് ഒരു ഭാഗത്തുള്ളത്. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖാണ്, മറുഭാഗത്തു മകനാണ്. ഉപ്പയും മകനുമാണ്, സഹോദരന്മാരാണ്. സ്വന്തം കുടുംബങ്ങളാണ് ബദറിൽ രണ്ടു ഭാഗത്തും നിൽക്കുന്നത്. ഇനി ഈ രണ്ടു കൂട്ടർക്കും ഇടയിൽ എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ? അവർ യോജിച്ച വല്ല വിഷയങ്ങളുമുണ്ടോ? ഒരുപാട് വിഷയങ്ങളിൽ അവർ യോജിപ്പുണ്ട്. രണ്ടു കൂട്ടർക്കും അറിയാം അള്ളാഹു ഹലാലെ സ്വീകരിക്കൂ. അത് മുസ്ലിമീങ്ങളും അംഗീകരിച്ചു, മക്കത്തെ മുശ്രിക്കീങ്ങളും അംഗീകരിച്ചു. റബ്ബ് സ്വീകരിക്കൽ ഹലാല് മാത്രമാണ്. അതുകൊണ്ടാണ് കഅബ ഉണ്ടാക്കിയപ്പോൾ ഒരു ഭാഗം മുശ്രിക്കീങ്ങൾ ഒഴിവാക്കിയിട്ടത്. ഹലാലായ സമ്പാദ്യം അവരുടെ കൈകളിലില്ല. സംസം രണ്ടു കൂട്ടരും അംഗീകരിച്ചു. ഹജറുൽ അസ്വദ് രണ്ടു കൂട്ടരും അംഗീകരിച്ചു. രണ്ടു കൂട്ടരും ഹജ്ജ് ചെയ്തു. ഉത്ബ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ബദറിലെ മുശ്രിക്കീങ്ങളുടെ നേതാവ് അബൂജഹൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ ഹജ്ജിൽ അവർ തൽബിയത്ത് ചൊല്ലിയിട്ടുണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഈ വിഷയത്തിലൊക്കെ അവർക്ക് ഐക്യമുണ്ട്. അമാനത്ത് പാലിക്കണം. മക്കത്തെ മുശ്രിക്കിന് എതിരഭിപ്രായമില്ല. അവരും അമാനത്ത് പാലിക്കണമെന്ന് പറഞ്ഞു, സ്വഹാബത്തും അമാനത്ത് പാലിക്കണമെന്ന് പറഞ്ഞു. രണ്ടു കൂട്ടരും ദൈവവിശ്വാസികളാണ്. ഒരു വിഭാഗത്ത് ദൈവവിശ്വാസികളും മറുഭാഗത്ത് ദൈവനിഷേധികളുമല്ല. രണ്ടു കൂട്ടരും ദൈവത്തിൽ വിശ്വസിച്ചവരാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. രണ്ടു കൂട്ടരും ഏകദൈവത്തിൽ വിശ്വസിച്ചവരാണ്. മുസ്ലിമീങ്ങൾ ഒരു പടച്ചോൻ, മുശ്രിക്കീങ്ങൾ അല്ല, ലോകത്തിന് രണ്ട് സട്ടാവുണ്ട്, രണ്ട് ഖാലിഖുണ്ട്. മക്കത്തൊരു മുശ്രിക്കും അത് പറഞ്ഞിട്ടില്ല. ഒരു സട്ടാവിലാണ് അവരും വിശ്വസിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ഐക്യപ്പെട്ട ഒരുപാട് വിഷയമുണ്ട്.
പലപ്പോഴും നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അവർക്ക് അള്ളാഹുവിനെ പരിചയമില്ല, അവരൊരുപാട് റബ്ബിൽ വിശ്വസിച്ചവരാണ് എന്നാണ് പലപ്പോഴും ആളുകൾ കരുതിയിട്ടുള്ളത്. ഖുർആനിൽ അള്ളാഹു ചോദിക്കുകയാണ്, വലഇൻ സഅൽതഹും, നിങ്ങൾ അവരോട് ചോദിക്കണം, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ്? ഈ ആകാശത്തിന്റെ സൃഷ്ടാവാര്, ഭൂമിയുടെ സൃഷ്ടാവാര്? എത്ര സ്ഥലത്ത് റബ്ബിത് പറഞ്ഞു? അൻകബൂത്തിൽ 61, ലുഖ്മാൻ 25, സൂറത്തു സുമർ 38, സൂറത്തു സുഹ്റുഫ് 9-ാമത്തെ ആയത്ത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ അള്ള ചോദിക്കാണ്, അവരോട് നിങ്ങൾ ചോദിക്കൂ, ആകാശത്തെ സൃഷ്ടിച്ചതാര്, ഭൂമിയെ സൃഷ്ടിച്ചതാര്? ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവര് പറയും അല്ലാഹ്. ഇബ്രാഹിം നബി എന്ന് പറയൂല, ഇസ്മായിൽ നബി എന്ന് പറയില്ല, ലാത്ത എന്ന് പറയില്ല, ഉസ്സ എന്ന് പറയില്ല, അവര് പറയും അല്ലാഹ്. ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹുവിനെ അവർ അംഗീകരിച്ചു. ഇനിയോ രണ്ടു കൂട്ടർക്കും ഹക്ക് ജയിക്കണം. രണ്ടു കൂട്ടരുടെയും വാദം ഹക്ക് ജയിക്കണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രാവിൽ തലയിൽ നിന്ന് തട്ടം താഴെ വീടുമാർ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? ഹക്ക് വിജയിക്കാൻ. മുശ്രിക്കീങ്ങളുടെ നേതാവായ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിം വആതാനാ ബിമാ ലാ യുഅറഫ്. അല്ലാഹുവേ, ആരാണ് ഞങ്ങളുടെ ബന്ധങ്ങൾ തകർത്തത്? ഞങ്ങളിവിടെ ഐക്യത്തിലായിരുന്നു, ബന്ധം തകർന്നു. ഞങ്ങൾക്കറിയാത്ത പുതിയ വാദവുമായി ചില ആളുകൾ കടന്നു വന്നു. അവരെ നശിപ്പിക്കണമേ, ഹക്കിനെ വിജയിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നത് അബൂജഹൽ. ആ പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ. രണ്ടു കൂട്ടരും ഹക്ക് ജയിക്കണം എന്നവർ പ്രാർത്ഥിച്ചു. ഇനി പറയുന്ന വിഷയം നമ്മളൊന്ന് ഗൗരവത്തിൽ പഠിക്കണം. ക്രൈസ്തവർക്കൊരു ഏർപ്പാടുണ്ട്. അവരവരുടെ പാതിരിമാരെ ഏൽപ്പിക്കും പഠിക്കാൻ. എന്നിട്ട് അവര് പഠിച്ചിട്ട് പറഞ്ഞു തരും, ഞങ്ങളിങ്ങനെ അതിനനുസരിച്ച് ജീവിക്കാൻ. അവര് പഠിക്കില്ല, അവരുടെ പ്രമാണങ്ങൾ അവര് വായിച്ചു നോക്കില്ല. ആ ഏർപ്പാട് മുസ്ലിം സമുദായത്തിനില്ല. ഏതെങ്കിലും പുരോഹിതനെ ഏൽപ്പിച്ച് ആ പുരോഹിതൻ പഠിച്ചു പറഞ്ഞു തന്നു, ഞങ്ങളിങ്ങനെ അത് കേട്ട് ജീവിക്കാൻ. ഖുർആൻ നമ്മുടെ കിതാബാണ്, ആ കിതാബ് വായിക്കണം. തൗഹീദിന്റെ ആയത്തുകൾ മറിച്ചു നോക്കണം. ബദറിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തന്നു, ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ. അത് പഠിക്കണം. ഖബറിൽ ചോദ്യമുണ്ട്, ഈ കിതാബ് പഠിച്ചോ? അന്ന് പഠിക്കാത്തവരെ നോക്കിയിട്ട് മലക്കുകൾ പറയും, ലാ ദറൈത വലാ തലൈത, പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. അള്ളാഹു ഒരു കിതാബ് നൽകിയിട്ട് ഹക്കും ബാത്തിലും വേർതിരിച്ചറിയിക്കുന്ന ഒരു ആദർശം കിതാബിലൂടെ പഠിപ്പിച്ചിട്ട് അത് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, നരകത്തിലെത്തിയില്ലേ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഇനി എന്താണ് അവർക്കിടയിലുള്ള വ്യത്യാസം? എന്താണ് മക്കത്തെ മുശ്രിക്കും റസൂലുള്ളാഹിയുടെ സ്വഹാബത്തും തമ്മിലുള്ള വിശ്വാസപരമായ വ്യത്യാസം? എന്തിന് കുടുംബങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി? എന്തിന് അല്ലാഹുവിന്റെ റസൂൽ അബുൽ ആസും തമ്മിൽ പോരാട്ടമുണ്ടായി? അബൂബക്കർ സിദ്ദീഖും മകനും തമ്മിൽ യുദ്ധമുണ്ടായി. എന്തേ കാരണം? അവിടെ വിശ്വാസമാണ് വ്യത്യാസം. ഒന്നാമത്തെ അവരുടെ വ്യത്യാസം, മക്കത്തെ മുശ്രിക്കിന്റെ വാദം, ഞങ്ങൾ അല്ലാഹു അല്ലാത്തവർക്കും ഇബാദത്ത് കൊടുക്കും. ആരാധന അത് പടച്ചോൻക്ക് മാത്രമൊന്നല്ല, അത് ഞങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കും. അത് ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് കൊടുക്കും, അത് ഞങ്ങൾ ജിന്നിന് കൊടുക്കും, അത് ഞങ്ങൾ മലക്കിന് കൊടുക്കും, അത് ഞങ്ങൾ മരിച്ചവർക്ക് കൊടുക്കും, അത് ഞങ്ങൾ മഹാന്മാർക്ക് കൊടുക്കും. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ഞങ്ങൾ നൽകും. അതെന്തിനാണ്? അവരുടെ ന്യായം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, പടച്ചോനിലേക്ക് അടുപ്പിക്കാനാണ്. അള്ളാഹുവിലേക്ക് നേരിട്ടടുക്കാൻ കഴിയില്ല. അല്ലാഹ് റഹ്മാനാണെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല.
റഹ്മാനാണെങ്കിൽ, കാരുണ്യവാനാണെങ്കിൽ പിന്നെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വിഗ്രഹങ്ങൾ വേണം, മഹാന്മാര് വേണം, ഔലിയാക്കൾ വേണം. പരിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറയാതെ പോയിട്ടില്ല. അള്ളാഹുവിന്റെ കിതാബ് മുശ്രിക്കിന്റെ വാദത്തിന്റെ മറുപടി പറയാതെ റബ്ബ് പോയിട്ടില്ല. അള്ളാഹു മറുപടി പറയുകയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. മുശ്രിക്കീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അതാരാണ്? ഇബ്രാഹിം നബിയാണ്, ഇസ്മായിൽ നബിയാണ്, ലാത്തയാണ്, ഉസ്സയാണ്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഇബാദുകളാണ്, മനുഷ്യരാണ്, നിങ്ങളെപ്പോലെയുള്ള ഇബാദുകളാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, ഫദ്ഊഹും ഫല്യസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളൊന്ന് വിളിച്ചു പ്രാർത്ഥിക്കിൻ, നിങ്ങളൊന്ന് ചോദിക്കും കൂട്ടരെ, അവരുത്തരം നൽകുമോ എന്ന് നോക്കാം. നിങ്ങൾ വിളിച്ച് ചോദിക്കിൻ, അവരുത്തരം നൽകുമോ? ഖുർആന്റെ ചോദ്യാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്, അലഹും അർജുലുൻ യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ അം ലഹും അഅ്യുനുൻ യുബ്സിറൂന ബിഹാ അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ. കൂട്ടരെ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ മരണപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ? അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ? അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ? അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടോ? അവർക്ക് കാണാൻ കണ്ണുകളുണ്ടോ? ഇതൊക്കെ നശിച്ച് മരണപ്പെട്ട മനുഷ്യരെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മുസ്ലിം സമുദായം വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, കണ്ണും കൈയും കാലും എല്ലാമുള്ള കാലഘട്ടത്തിൽ അവരെ ഭാര്യമാരവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്ന് കൊണ്ടു നടക്കുന്ന ഹോജരാജാക്കന്മാരില്ലേ, അവര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ കണ്ണും കൈയും കാലുമുള്ള കാലഘട്ടത്തിൽ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. മുന്നിന്ന് വന്നാൽ കാണാം, തൊട്ടടുത്തുനിന്ന് സംസാരിച്ചാൽ കേൾക്കാം. കേരളത്തിൽ എത്രയോ ജാരങ്ങളുണ്ട്. അതിൽ ജീവിച്ചിരുന്ന മഹാന്മാർ, അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പാലക്കാടുള്ളൊരു ഔലിയ തിരുവനന്തപുരത്തുള്ള മനുഷ്യനെ അയാളോട് സംസാരിക്കണമെങ്കിൽ ഫോൺ വിളിക്കണം, ഫോൺ ചെയ്യണം. ഇവിടുന്ന് പറഞ്ഞാൽ കേൾക്കൂല. ബഗ്ദാദിൽ മുഹിയുദ്ദീൻ ശൈഖ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടുന്ന് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കൂ? ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ വിളിച്ചാൽ ആ സംസാരം ജീവിച്ചിരിക്കുന്ന ശൈഖ് കേൾക്കുമോ? കണ്ണുള്ള കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല, കാതുള്ള കാലഘട്ടത്തിൽ കേട്ടിട്ടില്ല. ഖുർആൻ ചോദിക്കാൻ, ഇതൊക്കെ ഇല്ലാതായിട്ട് കൂട്ടരെ നിങ്ങൾ വിളിച്ചാൽ എങ്ങനെ കേൾക്കാൻ? നിങ്ങളെ എങ്ങനെ കാണാൻ? സഹോദര, ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഖുർആന് പറഞ്ഞു തരാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ആ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമുക്ക് പോകാൻ കഴിയുക? അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ് ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുശ്രിക്കീങ്ങൾ ചോദിച്ചതാണ്, ഒരു അല്ലാഹ് മാത്രം? വല്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഇവരുടേത്. ഒരു പടച്ചോൻ മാത്രം, മശായിഖന്മാരില്ല, ഔലിയാക്കളില്ല, തങ്ങന്മാരില്ല, ജാറത്തിലെ ശൈഖുമാരില്ല, അല്ലാഹ് മാത്രം. കൂട്ടരെ, നിങ്ങൾക്ക് അല്ലാഹ് മാത്രമാണോ? മക്കത്തെ മുശ്രിക്കിന്റെ ചോദ്യമാണ്. രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം ഖുർആൻ പറഞ്ഞു തരാണ്. വഇദാ ദുഖിറല്ലാഹു വഹ്ദഹു, അല്ലാഹു മാത്രമെന്നവരോട് പറഞ്ഞാൽ ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പടച്ചോൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ചുളിഞ്ഞു പോകും. ഹൃദയങ്ങൾക്കൊരു പ്രയാസം. അല്ലാഹ് മാത്രമേ? മഹാന്മാര് വേണ്ടേ? മശായിഖന്മാര് വേണ്ടേ? തങ്ങന്മാര് വേണ്ടേ? ഉപ്പൂപ്പ വേണ്ടേ? ജാറത്തിലെ ശൈഖന്മാര് വേണ്ടേ? അവരുടെ ഹൃദയങ്ങൾക്കൊരു പ്രയാസം. ഖുർആൻ പറയാണ്, വഇദാ ദുഖിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബ്ശിറൂൻ.
അള്ളാഹ്ക്ക് പുറമുള്ളവരെ പറ്റി പറഞ്ഞാലോ അവർക്ക് വലിയ സന്തോഷാണ്. മശായിഖന്മാരെ പറ്റി പറയുമ്പോ വലിയ സന്തോഷം. അള്ളാഹ് മാത്രം എന്ന് പറഞ്ഞാലോ ആ കൂട്ടരുടെ ഹൃദയങ്ങൾ ചുളിഞ്ഞു പോകും. ഇതാണ് ബദറിലെ രണ്ടു കൂട്ടരുടെയും വ്യത്യാസം. സ്വഹാബത്തിന് അള്ളാഹ് മാത്രം. അതേത് ഘട്ടത്തിലും, അത് കടലിലും കരയിലും പ്രയാസഘട്ടത്തിലും സന്തോഷത്തിലും സന്താപത്തിലും റബ്ബ് മാത്രം, ഹസ്ബി അല്ലാഹ്. അതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ഇനിയോ അവർ അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് നൽകി. ആ നൽകിയതിൽ ഏറ്റവും വലുതെന്താ? നിസ്കാരാണോ? അബൂലഹബ്, അബൂജഹല്, മക്കത്തെ മുശ്രിക്കീങ്ങൾ അല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിച്ചോ? നോമ്പ് നോറ്റോ? ഹജ്ജ് ചെയ്തോ? ഇല്ലല്ലോ. അവര് കൊടുത്ത ഏറ്റവും വലിയ ഇബാദത്ത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് ആ ഇബാദത്ത്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ. കൂട്ടരെ, ദുആ ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവർക്ക് നൽകല്ലേ. ഇന്ന് മുസ്ലിം സമുദായം അല്ലാഹു അല്ലാത്തവർക്ക് ദുആ നൽകുന്നു. രണ്ട് നേർച്ചയാണ്. സ്വഹാബത്തിന്റെ വിശ്വാസം നേർച്ച, ബലികർമ്മം അള്ളാഹ്ക്ക് മാത്രം. മക്കത്തെ മുശ്രിക്കോ, ബദറിൽ ശത്രുപക്ഷത്തുള്ളവരോ, അല്ലാഹു അല്ലാത്തവർക്ക്, അറിവുണ്ടവർക്ക്. ഇന്ന് ആ ബദരീങ്ങളുടെ പേരിൽ അറക്കുന്നു. ആ ബദരീങ്ങളുടെ പേരിൽ അറക്കുന്നു. മൂന്നാമത്തെ വിഷയം, സ്വഹാബത്ത് സത്യം ചെയ്തത് പടച്ചോന്റെ പേരിൽ മാത്രം. മക്കത്തെ മുശ്രിക്കോ, അവര് സത്യം ചെയ്തത് ഒരുപാട് ആളുകളുണ്ട് അവർക്ക്. അവർ വിഗ്രഹങ്ങളുടെ പേരിൽ സത്യം ചെയ്തു. ഇന്നും മുസ്ലിം സമുദായത്തിൽ നോക്കൂ, ബദരീകളാണ് സത്യം. പിന്നെ കളവ് പറയാൻ പേടിയാണ്. മുഹിയുദ്ദീൻ ശൈഖാണ് സത്യം, ഉമ്മയാണ് സത്യം, ഉപ്പയാണ് സത്യം, മലക്കാണ് സത്യം. സ്വഹാബത്തോ റബ്ബ് മാത്രം. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അവർ സത്യം ചെയ്തിട്ടില്ല. മക്കത്തെ മുശ്രിക്കിന് ശകുനുണ്ടായിരുന്നു. ചില ദിവസങ്ങൾക്ക് അവർ നഹ്സ് കൽപ്പിച്ചു. അവർക്ക് പേടിയായിരുന്നു. പക്ഷി ഒരു ചീട്ടെടുത്താൽ, പല്ലി ചലിച്ചാൽ അവർക്ക് പേടിയായിരുന്നു. സ്വഹാബത്തിനോ ഒരു പേടി, ഒരു ബേജാറുമില്ല. അവർക്ക് ഒരു ദിവസത്തിനും പ്രശ്നമില്ല. അവർ അള്ളാഹുവിൽ തവക്കുലാക്കി അവരെങ്ങനെ ജീവിച്ചുപോയി. ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ? ചൊവ്വാഴ്ച കല്യാണം വെക്കാൻ പേടി. കല്യാണം കഴിഞ്ഞു, പെണ്ണ് വീട്ടിലേക്ക് വന്നു. അന്ന് അമ്മായിമ്മ മരിച്ചു. അപ്പം തന്നെ കണ്ടോ, കാലെടുത്ത് കുത്തിയിട്ടേ ഉള്ളൂ, അപ്പോത്തിന് പോയി. ഞാരെ തലേണ് ബാക്കി പോകാന്നുള്ളത് അറിയില്ല. എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോ. കുട്ടി ഉണ്ടായെന്ന് ജോലി പോയി. ആ കുട്ടിയുടെ തലവട്ടം കണ്ടതോടുകൂടി എന്റെ ജോലി പോയി. അപ്പൊ ആ കുട്ടി എന്തോ ഒരു കുരുത്തക്കേടുള്ള കുട്ടി, ആ കുട്ടിക്ക് എന്തോ ഒരു ദുഷ്യഗുണം. സഹോദരന്മാരെ, ആരുടെ അഖീദയിലാണ് നമ്മൾ? ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയാൽ യാത്ര ചെയ്യാൻ പേടി. പുറത്തേക്ക് ഇറങ്ങിയാൽ ഭാര്യ ഒന്ന് വിളിച്ചാൽ, യാത്രക്ക് പുറപ്പെടുമ്പോൾ നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോ തിരിച്ചു വിളിച്ചു, എന്തോ ഒരു ചെറുണ്ട് തിരിച്ചു വരാൻ. സ്വഹാബത്തോ, കല്യാണം എന്ന് നടത്തണം, രാവിലെ നടത്തണോ? ബിസ്മില്ല. രാവിലെങ്കിൽ രാവിലെ, ഉച്ചയെങ്കിൽ ഉച്ച, രാത്രിയെങ്കിൽ രാത്രി. ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറണം, എപ്പോഴവര് മാറി? രാവിലെയാണ് എല്ലാവർക്കും സൗകര്യം എങ്കിൽ രാവിലെ കയറാം. ഉച്ചയാണ് സൗകര്യം, ഉച്ചക്ക് കയറാം. അവർ അല്ലാഹുവിൽ തവക്കുലാക്കി അവരിറങ്ങി തിരിച്ചു. അവർക്കൊന്നും വിഷയമായിട്ടില്ല. വളരെ ഗൗരവത്തിൽ ഈ അഖീദ നമ്മൾ പഠിക്കണം. ഈ വ്യത്യാസം നമ്മൾ പഠിക്കണം. എന്താണ് സ്വഹാബത്തിന്റെ അഖീദ? എന്താണ് മക്കയിലെ മുശ്രിക്കിന്റെ അഖീദ? അത് പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ പ്രമാണങ്ങളിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കണം. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഉസ്താദുമാരിങ്ങനെ പറഞ്ഞു, അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്ന് പരലോകത്ത് പറയാൻ പറ്റൂല. അല്ലാഹ് പരലോകത്ത് കൊണ്ടുവരൽ ഒറ്റക്കാണ്, വിചാരണ ഒറ്റക്കാണ്. ഒരു കിതാബ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പഠിക്കാനാണ്, വായിക്കാനാണ്. ശരിയായ വിശ്വാസം, ശരിയായ അഖീദ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുക. അല്ലാഹു ആ അഖീദയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കും.